പായൽ കാപ്പാടിയുടെ ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കൊച്ചിയിലൊക്കെ വന്നപ്പോൾ കാണാൻ പറ്റിയില്ല. പക്ഷെ തൃശ്ശൂർ വന്നപ്പോൾ പോയി കണ്ടു. ഓക്കെ, അപ്പോൾ ഈ സിനിമയെ കുറിച്ചിട്ട് സംസാരിക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. മുംബൈ സിറ്റിയിൽ ജീവിക്കുന്ന കുറച്ച് ക്യാരക്ടേഴ്സിന്റെ കഥയാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. ഈ സിനിമയിൽ മുംബൈ സിറ്റിയെ പ്രസന്റ് ചെയ്ത രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക സിനിമാറ്റിക് ആയിട്ട് പോവുമല്ല, പക്ഷേ ഒരു സ്ലമ്മിനെ പ്രസന്റ് ചെയ്യുക അല്ലെങ്കിൽ മുംബൈ സിറ്റിയിലെ സാധാരണക്കാരുടെ ലൈഫ് എടുത്ത് കാണിക്കുക എന്ന് പറയുന്ന സെറ്റപ്പാണ് കൂടുതലും ഈ സിനിമ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും ക്യാരക്ടേഴ്സിന് മുംബൈ എന്ന സിറ്റി ആയിട്ട് വരുന്ന ഒരു കണക്ഷനും അവർക്ക് എന്താണ് ഈ സിറ്റിയെക്കുറിച്ച് തോന്നുന്നതും എന്തൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്ത് പോയിട്ടുണ്ട്. ഈ സിനിമ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ദിവ്യപ്രഭയുടെയും അതുപോലെ തന്നെ കനികുസയുടെയും ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ ഈ സിനിമയിൽ വരുന്ന സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സിന് ഇവരുടെ സ്ക്രീൻ സ്പേസ് ഇല്ലെങ്കിൽ പോലും ആ കൊടുത്ത ഒരു ടൈമിൽ നല്ല പെർഫോമൻസ് നല്ല ക്യാരക്ടറുമായിരുന്നു കിട്ടിയത്. അതെനിക്ക് എടുത്തു പറയണം എന്ന് തോന്നുന്നത് അസീസിൻ്റെയും അതുപോലെ ഛായ കദമിൻ്റെയും പെർഫോമൻസ് ആയിരുന്നു. കുറച്ച് നേരമേ ഉള്ളൂ, പക്ഷേ ആ ഉള്ള പെർഫോമൻസ് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു പ്രസന്റേഷൻ സ്റ്റൈലിൽ ഒരു സിനിമയാണ് ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ്. കാരണം ഇത് കാണുമ്പോഴത്തേക്കും ഒരു മൂവി ഫിലിം പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ആ പ്ലാറ്റ്ഫോമിൽ കാണാൻ കിട്ടുന്ന ഇൻഡി ഫിലിംസിന്റെ സ്റ്റൈൽ ഈ സിനിമയ്ക്ക് ഉണ്ട്. ഈ സിനിമ ഒരു സ്ലോ പോയ്സൺ പോലെയാണ്. കാരണം തുടക്കത്തിലൊക്കെ ആ കണ്ടിരിക്കാൻ രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് ഒരു വെൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് ഈ സിനിമ പ്രസന്റ് ചെയ്ത് വെക്കുന്നത്. ആൻഡ് ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും നല്ലൊരു സാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിരുന്നു. ടോട്ടലി ഈ സിനിമ എനിക്ക് ഇഷ്ടമായി. കണ്ടിരിക്കേണ്ട ഒരു നല്ലൊരു സിനിമയായിട്ടാണ് ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് എനിക്ക് അനുഭവപ്പെട്ടത്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.